ഇവൻ 6 മണിക്കൂർ കൊണ്ട് നമ്മളെ അവിടെ എത്തിക്കും. 4 വർഷം പഠിച്ച നമുക്കറിയത്തില്ല. ഓ അതിന്റെ ടേക്കിംഗ് ഓഫ്. നല്ല പാർട്സ് ഉണ്ട്. സോ അപ്പോൾ ഗൈസ് ലോങ് സ്റ്റോറി ഷോർട്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ വെളി വന്ന് നടപ്പുണ്ട്. അവന് പ്രാന്ത. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയത്തില്ല ഗൈസ്. സോ ഓഫ് ടു ദ ട്രിപ്പ്. ഹലോ ഹബീബി. യെസ് ഗൈസ് വി ആർ ബാക്ക് ഓൺ. അപ്പോൾ കണ്ട ഉടനെ പോകാനല്ലേ? പിന്നല്ല പൊളിക്കും. ഇവൻ എന്നെ വിളിച്ച് ലുത്വാനിയയിലോട്ട്. ഇവൻ എന്നെ വിളിച്ച് ലുത്വാനിയ. അളിയോ ബാ ലുത്വാനിയ ഇപ്പൊ അവിടെ ഭയങ്കര കാടും മലയൊക്കെയാണ്. ബാ കറങ്ങിയിട്ട് വരാറ്. ഞാനേ ഒരു ലോങ് ട്രിപ്പ് ഇവനോട് ആദ്യമായിട്ടാണ്, ഇവന്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ലോങ് ട്രിപ്പ് വന്നിട്ടില്ലേ. എടാ ഇവന്റെ കൂടെ പോയാലുള്ള സ്കീം എങ്ങനെയാണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഒരു അസ്ലാമേ നമുക്കിപ്പം ബാംഗ്ലൂർ വരെ പോവാം. ശരി, അപ്പൊ നമ്മൾ ബാംഗ്ലൂർ പോവാണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യുന്നത്? ഒരു 3 ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഉടുപ്പും ഡ്രസ്സ് അമ്മേ 3 ദിവസം കേക്ക് അമ്മേ ഞാൻ 3 ദിവസം കഴിഞ്ഞ് വരും, ബാംഗ്ലൂർ കറങ്ങാൻ പോവാം. ശരി, അപ്പൊ ബാംഗ്ലൂർ സ്വാഭാവികം പോകണമെങ്കിൽ സ്വാഭാവികം ഒരു മനുഷ്യന് ഒരു 14-15 മണിക്കൂർ എടുക്കും. ഇവൻ 6 മണിക്കൂർ കൊണ്ട് നമ്മളെ അവിടെ എത്തിക്കും. ശരി, എങ്കിൽ എടാ ബാംഗ്ലൂരിൽ ഒന്ന് കറങ്ങാം. നമ്മള് ഒരു ദിവസം മറിക്കുന്നതാ. ഒരു ദിവസത്തിനുള്ളിൽ പോയി തിരിച്ചു വരും. നമ്മൾ പിന്നെ ബാംഗ്ലൂർ മടുക്കും. നാട്ടിൽ വന്ന് ഇതിന്റെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നാട്ടില് ഒരൊറ്റ മനുഷ്യരില്ല, എല്ലാവരും പോയേക്കുവാ. എല്ലാവരും ജോലിക്ക് പോയി. പോട്ടെ, പൈസ ഉണ്ടാക്കട്ട് വരട്ട്, ലൈഫ് സെറ്റ് ആക്കട്ട്, അത്രേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. സോ ഹലോ ഗൈസ്, എല്ലാവരും കണ്ടു, അടിപൊളി എല്ലാവരും. ഞങ്ങൾ എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി മാൻ? നമ്മളിപ്പോ കോവിൽപ്പെട്ടിയോ? കോവിൽപ്പെട്ടി എത്തി ഗൈസ്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ 11:45. ലഡു വേണോ ഗൈസ്? പൊളി പൊളി. So guys, we reached കോവിൽപ്പട്ടി. സമയം 12 o'clock. We still have more ways to go. It was fun, right? So guys, ഞങ്ങൾ മക്ക കുൽഫി, മക്ക ഒരു വെറൈറ്റി ടേസ്റ്റ്. വെറുതെ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു. മനുഷ്യന്റെ കയ്യിൽ പൈസയും കൊടുക്കും. So guys, this is Aslam. And what was your name, bro? Gokul. So that's Aslam's friend. Good morning guys. Hope you guys having a wonderful day. And it's the next day morning, 6:30. We reached where we are. We reached Konur. We reached Konur and we are off to Koli Hills. It's 2 hours from now. No tolls. Luckily we reached, we traveled 260 kilometers a night from Kerala. By 7 p.m. we started. So guys, we started the morning trip. Just had a power nap for 2 hours. പെട്രോൾ കുടിക്കുന്നതിന് ഒരു കണക്കുമില്ല ഗൈസ്. എത്തിയ ദിവസമെന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററോ? 330 കിലോമീറ്റർ ഓടി ഗൈസ് ഫ്രം ലാസ്റ്റ് ഫുൾ ടാങ്ക്. നമ്മൾ എത്ര അടിച്ചായിരുന്നല്ലേ ഫുൾ ടാങ്ക്? 5000 അറൗണ്ട് 45 ലിറ്റേഴ്സ് സംതിങ്. 35 ലിറ്റേഴ്സ് അറൗണ്ട് നമ്മൾ ഇന്നലെ അടിച്ചായിരുന്നു ലിറ്റർ ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ടൈം 7:40. വേറെ തമിഴ്നാട് എവിടെ നമ്മളിപ്പോൾ? സേലം എത്തി. നാമക്കൽ. We reached Namakkal guys. This is how we in
banana leaf. അതിൽ തന്നെ വെച്ചാൽ സ്പെഷ്യൽ വട. നമ്മൾ ഇന്നലെ സ്പെഷ്യൽ മസാല ദോശയും പൂരി, നല്ല മൊരിഞ്ഞ വട. വണ്ടിയൊക്കെ അവിടെ കാണുന്നുണ്ട്, അവിടെ പോകാൻ. ചുമ്മാ വ്ളോഗിങ് യൂട്യൂബ് ഇടാനാണ്. നമ്മളൊരു വഴിക്ക് പോകാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പടമുള്ളായിരുന്നു, നൈസായിരുന്നു. നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാ ഇപ്പം ഫുഡിങ്. ഞാൻ വീഡിയോ ഇട്ടേക്കുന്ന അത് ഇറങ്ങിയപ്പം പൊറോട്ട ബീഫും കഴിച്ചായിരുന്നു. പക്ഷേ തക്കാരം കൊച്ചി നല്ല അടിപൊളി ഫുഡായിരുന്നു. തക്കാരം കൊച്ചി ബീഫ് റോസ്റ്റൊക്കെ പൊളിക്കാണ്. ഫിൽറ്റർ കോഫി ഫ്രണ്ടിലത്തെ എല്ലാം റെഡി കിടക്കും. പൊളി മണം. ഞാൻ ഇതൊക്കെ കൂട്ടിയിട്ട് എത്ര നാളായെന്നറിയാം. അവിടെ കാപ്പിയില്ല, ചായയില്ല. എക്സ്പ്രസ്സോ ഒന്നും കുടിച്ചതിൻ്റെ അത്രയും പകുതി പോലും പറ്റില്ല. എക്സ്പ്രസ്സോ ആണ് അത്ര. എക്സ്പ്രസ്സോ കഫേ മൊച്ചോ ലാച്ചെ കഫേ മൊച്ചോ അമേരിക്കാനോ ലാച്ചെ. కొంచెం സാമ്പാറുണ്ട്, എല്ലാം. ഇവനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവം അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കാരണം അവന്മാരോട് പറയാൻ തിരിച്ചു നമ്മൾ ഹാഫ് വേ ത്രൂ ആയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആ ഷെയ്ഡ്സിന്റെ ഇടയിൽ കാണുന്നതാണ് കൊല്ലിമല. യു ക്യാൻ സീ ദ ഷെയ്ഡ്സ്. വരച്ച് കാണിയത് അതാ ഇമാജിനറി വരയാണ് ഗൈസ്. ഭയങ്കര മഞ്ഞാണ് ഗൈസ്. കോട അല്ലേ? കോട റോഡ് എന്നൊക്കെ പറഞ്ഞ എന്താ റോഡ്. കേരളത്തിനും ഉണ്ട് റോഡ്. പക്ഷെ അതേപോലെ ഹിൽസ് കയറാൻ തുടങ്ങി. ഇനി ഫുള്ള് സിഗ്സാഗ് റോഡുകള് അല്ലേ? അതിനെന്തോ പേര് പറയല്ലോ, ഹെയർ പിൻസോ. 1.5 മണിക്കൂർ. കൊല്ലി ഹിൽ ബെൻസ്. തമിഴൊക്കെ വായിക്കാൻ അറിയാം എനിക്ക്. 4 വർഷം പഠിച്ച നമുക്കറിയുന്നില്ല. ഓ അതിൻ്റെ എക്സ് മിലിറ്ററി ആണ് പുറകെ ഇരിക്കുന്നത്. സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം. കാര്യമില്ല ഗൈസ്. നോക്കണ്ട് പക്ഷെ വെടിവെക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു കാലം. വലിയ ഗോകുലേ ഓർമ്മിപ്പിക്കല്ലേ. കഴിഞ്ഞു വന്ന ചീമയോടെ വന്നത് അവന് മാത്രം അറിയാം. വേണ്ട എല്ലാം വേണ്ട. എനിക്ക് തിരിച്ച് പോവാളേ. അത് ഓർത്തോണം. അതാ തീർന്ന്. ഇപ്പൊ തന്നെ ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക ഗൈസ്. 4 കൊണ്ട് കയറ്റിയത്.
We are on our way to Kollikal Hills. Before that we have to climb the hairpin bends. നമ്മൾ 30ാമത്തെ hairpin എത്തി guys. We still have more to go. അസ്ലാമിൻ്റെ ഡ്രോൺ പറത്തുകയാണ് ഇവിടെ. അസ്ലാമിൻ്റെ മിനി 2 Pro, മിനി 2 അല്ലേ? മിനി 2 Pro, എൻ്റെ മിനി 3 Pro. നല്ല വ്യൂ ഉണ്ട് കാഴ്ച ഇവിടെ. ഏത് പ്രോയെ നമുക്ക് വിജയിക്കുന്നത് നോക്കാം. വേണ്ട ഞാൻ പയ്യെ പറത്തിക്കോളാം. എനിക്ക് സാധനം തിരിച്ച് വേണമെന്നുണ്ട് ഗൈസ്. അങ്ങനെ വി ആർ ടേക്കിംഗ് ഓഫ്. Wi-Fi and Bluetooth automatically disabled. Kolli Hills, Hilltop. We have to take ticket. Per person is 20 pound. Oh sorry, 20 rupees. It's like there is some, we have to go through that. It's a viewpoint. അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മളൊരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഭയങ്കര വർക്കക്ഷനുണ്ട് ഗൈസ്. ഇന്നലെ രാത്രി 7 മണിക്ക് തുടങ്ങിയതാണ്. And now the time is 11 o'clock. So guys, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. Kolli Hills വ്യൂ പോയിന്റ്. Signing out. And next we are going to Agay Ganga. അവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് അറിയത്തില്ല വാട്ടർഫാൾസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇറങ്ങുക, ഇല്ലെങ്കിൽ തിരിച്ചു വരിക. ദാറ്റ്സ് എ പ്ലാൻ. സോ ഓഫ് ടു നെക്സ്റ്റ് പ്ലേസ്. ഇവിടെ കഴിഞ്ഞു, Kolli Hills കഴിഞ്ഞു. നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു ഗൈസ്. Agay Ganga 1600 സ്റ്റെപ്സോ 1400 സ്റ്റെപ്സ് ഗൈസ്. ഇറ്റ്സ് ദ ബിഗ് ചലഞ്ച്. എനിക്ക് ചെരുപ്പൊന്നുമില്ല. 12 മണി, നമ്മളവിടെ എത്തുമ്പോൾ 1 മണി, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 4 മണി. വാട്ടർഫാൾസ് ഗൈസ്. അവിടെ ചെന്നിട്ട് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ ചെന്നിട്ട് ചോദിക്കണം. ഒടുക്കത്തെ വെയില. അല്ല നീ സോക്സ് ഒക്കെ ഇട്ട് അവിടെ പോവാ? യൂറോപ്പ് കൾച്ചർ. അവിടെ ലിത്താനിയിലൊക്കെ ഇങ്ങനെയാണോ? വെള്ളം എടുക്കണേ, നല്ല കുത്തനെയുള്ള ഇറക്കുക ഗൈസ്. ഇതെല്ലാം ഇനി തിരിച്ചു കയറണം. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ പോകുന്ന വെറുതെ അല്ല ഗൈസ്. നല്ല ഫോൾസ് ഉണ്ട് ഗൈസ്, നല്ലോണം ഇറങ്ങാറുണ്ട്. വേണ്ട ഇതിൻ്റെ വാലി വേണം പോവാൻ. എത്തി ഗൈസ്. 1200 1800. വണ്ടി ഓടിക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ നോക്കിയും കണ്ടു ഇറങ്ങുക. കാല് വിറച്ച് ഒരു വഴി പോവാ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി കാറ്റ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ നേരെ വിയർത്തായിരുന്നു വന്നേ.
എങ്ങനെയുണ്ട് അസ്ലാമേ? അത് ഇനി കുളിച്ചിട്ട് കയറുമ്പം ഭയങ്കര ക്ഷീണമായിരിക്കും, ഉറങ്ങിയ ഒരു വഴിയാവും. ആ കാർ എവിടെയെങ്കിലും കിടന്ന് നിർത്തിയ സൈഡ് നിർത്തി ഉറങ്ങി കിടന്ന്. നമ്മൾ ഇന്നലെയും കിടന്ന് ഉറങ്ങിയത് അങ്ങനെ. നല്ല കാറ്റുണ്ട്. കോളി അവിടോ ഓക്കെ. ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ പോയി. വാട്ടർഫാൾസ് ഇറങ്ങാൻ പോയി. ഓ നല്ല ഫോഴ്സിലാണ് ഇത് വെള്ളം വരുന്നത്. കയറ് കെട്ടി. ഇപ്പോൾ പാറയാണ്, മൊത്തം പാറ. നല്ല തണുപ്പ്. ഭയങ്കര തണുപ്പാണ്. എന്തോ കുഴി പോയി. ഇല്ല അത്രയൊന്നും ഇല്ല. പണ്ടൊക്കെ കയറി ആ കുഴിയുള്ളു, അത്രേ ഉള്ളു. I hope you guys can see me, you know. I can't even know. ഇവിടെ കമ്പി പിടിച്ച് വേണം. സോ ഒടുക്കത്തെ തണുപ്പായി, ഒടുക്കത്തെ തണുപ്പാ. ഇവിടെ ഇറങ്ങാൻ പോവാണ്. ഭയങ്കര തണുപ്പ്. ഇതിനകത്ത് വെള്ളം കയറിക്കൊണ്ടോ ഇല്ലെന്ന് വീട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കാം. മണ്ടയ്ക്ക് കയറി, മലയുടെ മണ്ടയ്ക്ക്. യെസ്, so guys, we are have to climb up the mountain and we will be leaving. വാട്ടർഫാൾസിൽ നമ്മൾ കയറി.
ഇനി നെക്സ്റ്റ് സമയം എന്ന് വെച്ചാൽ എത്ര മണിയായി? 4:30 ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഹൊഗനഹള്ളിയോ എവിടെ പോകാൻ വെച്ചിരുന്നേ? ഹൊഗനിക്കൽ പോകാൻ വെച്ചാൽ നമ്മുടെ ടൈം കുറച്ച് ഡിലേ ആയിപ്പോയി. നമ്മളവിടെ ഓടിയെത്തത്തില്ല. സോ ചേഞ്ച് ഓഫ് പ്ലാൻ, വി ആർ ഓഫ് ടു കോയമ്പത്തൂർ. വെറൈറ്റി അല്ലേ കോയമ്പത്തൂർ?